ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്ജ് സോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 15 PSC ബുള്ളറ്റിനാണ്. പാരീസ് ഒളിമ്പിക്സിലെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ മനു ബാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് മിക്സഡ് ടീമാണ്. മിക്സഡ് ടീമിലെ മനു ബാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡലാണ് ലഭിച്ചത്. വെങ്കല മെഡൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരം മനു ബാക്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ബാക്കർ. പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. വെള്ളി മെഡൽ. പാരീസ് ഒളിമ്പിക്സിലെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡൽ. പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ, റൈഫിളാണ്, 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. പുരുഷന്മാരുടെ 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ. ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത്. ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത്. പുരുഷന്മാരുടെ 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കലമാണ് നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. സ്പെയിനിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കലം കരസ്ഥമാക്കിയത്. ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഹോക്കിയിൽ വെങ്കലം നേടിയിരുന്നു. 2 ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേയൊരു മലയാളിയാണ് ഹോക്കിയിൽ ഗോൾ കീപ്പറായ PR ശ്രീജേഷ്. 2 ഒളിമ്പിക് മെഡലുകളുടെ ഉടമയായ ഒരേയൊരു മലയാളിയാണ് ഹോക്കിയിൽ ഗോൾ കീപ്പറായ PR ശ്രീജേഷ്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെന്റ് ലൂസിയ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്. സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമായി അമേരിക്കയുടെ നോഹ ലൈൽസ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമാരാണ്? നോഹ ലൈൽസ്. വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ 5ാം താരമായി സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച്. ആന്ദ്രെ അഗസി, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, റാഫേൽ നദാൽ എന്നിവരാണ് ജോക്കോയ്ക്ക് മുമ്പ് ഗോൾഡൻ സ്ലാം നേടിയവർ. 4 ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത്. 4 ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് അതിന് ഗോൾഡൻ സ്ലാം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 4 ഗ്രാൻഡ് സ്ലാമുകളും ഉണ്ടാവണം, ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം എന്നറിയപ്പെടുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ 5ാമത്തെ താരമാരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്.
പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 71-ാം സ്ഥാനം. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ നേടിയ അമേരിക്ക 1-ാം സ്ഥാനവും. ആരാണ് 1-ാം സ്ഥാനത്ത്? അമേരിക്ക 1-ാം സ്ഥാനവും. 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവും ഉൾപ്പെടെ 91 മെഡലുകൾ നേടിയ ചൈന 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. 2028 ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ്. ഇനി 2028 അടുത്ത ഒളിമ്പിക്സ് വരുന്നത്. അത് അമേരിക്കയുടെ ലോസ് ആഞ്ചൽസിലാണ്. ഉരുൾപൊട്ടലുണ്ടായത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ്. ഏത് ജില്ലയാണ്? വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ. ജൂലൈ 31 പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകൾ കാണാതാവുകയും ചെയ്തു. യഥാർത്ഥ കണക്ക് ഇതുവരെയും ലഭ്യമല്ല. ഡേറ്റ് ഓർത്തു വയ്ക്കുക, ജൂലൈ 31. UPSC ചെയർപേഴ്സണായി പ്രീതി സുധനെ നിയമിച്ചു. പ്രീതി സുധൻ UPSC ചെയർപേഴ്സണായി ആരാണ്? പ്രീതി സുധനെ നിയമിച്ചു. കരസേനാ മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി. KC വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു. KC വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ KC വേണുഗോപാൽ. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തു. ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി ഗുജറാത്ത് സ്വദേശി സഫിൻ ഹസനെ ചുമതലയേറ്റു. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ആർക്കാണ് ലഭിച്ചത്? ദ്രൗപദി മുർമുവിനെ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു. ബംഗ്ലാദേശിൽ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ബംഗ്ലാദേശിൽ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ഡോക്ടർ PT ബാബുരാജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവരിൽ മലയാളി ശാസ്ത്രജ്ഞരായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ്റ്റ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ്റ്റ. ഡോക്ടർ സുകുമാർ അഴിക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് T പത്മനാഭന് 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 11 വർഷം അദ്ദേഹം ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ. പിന്നണി ഗായിക കോഴിക്കോട് പുഷ്പ അന്തരിച്ചു. വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പിടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. ഇംഗ്ലണ്ട് മുൻ ബാറ്റർ ഗ്രഹാം തോർപ്പ് അന്തരിച്ചു. ചൈനീസ് US ഭൗതിക ശാസ്ത്രജ്ഞനും നോബൽ ജേതാവുമായ സങ് ദാവോ ലീ അന്തരിച്ചു. കേരളത്തിൻ്റെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. കായിക കേരളത്തിൻ്റെ പരിശീലകൻ ഡോക്ടർ SS കൈമൾ അന്തരിച്ചു. മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് അന്തരിച്ചു.